ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 27ാമത്തെ ചാപ്റ്ററാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് മെറ്റലും നോൺ മെറ്റലും ഒക്കെ എന്താണെന്നുള്ളത്. സിംപിളി പറയുകയാണെങ്കിൽ മെറ്റൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ കൊടുക്കുന്നവരും, നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നവരാണ്. അതാണ് അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഇനി അതല്ലാതെ അവർക്ക് ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ട്, മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. മെറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയായിരിക്കും? അവർ മെയിൻലി സോളിഡ് ഫോമിലാണ് കാണപ്പെടുക. പക്ഷേ മെർക്കുറി മാത്രം എങ്ങനെയാണ്? റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. ഇനി ഡെൻസിറ്റി എന്ന് പറയുന്നത് മെറ്റൽസിന് വളരെ കൂടുതലാണ്. വേറൊരു പ്രോപ്പർട്ടിയാണ് മെറ്റാലിക് ലസ്ചർ. അതായത് മെറ്റൽസിനെ ഇങ്ങനെ മുറിക്കുമ്പോൾ ആ മുറിഞ്ഞു പോയ രണ്ട് ഭാഗങ്ങളിലും തിളക്കുണ്ടാവും. അതിനെയാണ് മെറ്റാലിക് ലസ്ചർ എന്ന് പറയുന്നത്. ഇനി അവർക്ക് മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ അടിച്ച് പരത്തി ഇങ്ങനെ ഷീറ്റ് പോലെയാക്കാനായിട്ട് പറ്റും. നമ്മൾ അലുമിനിയം ഫോയിൽസൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ. അടുത്ത പ്രോപ്പർട്ടിയാണ് അവരുടെ ഡക്റ്റൈൽ എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യാം? പരത്തി അവരെ വലിച്ച് നീട്ടി ഇങ്ങനെ നീളത്തിൽ എടുക്കാനായിട്ട് പറ്റും. ഗോൾഡൊക്കെ ഇങ്ങനെ ആഭരണങ്ങളായിട്ട് നിർമ്മിക്കാനായിട്ട് പറ്റുന്നത് ഡക്റ്റൈൽ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ്. അതേപോലെ തന്നെ അലോയ് ഫോമേഷൻ. വേറെ കുറേ മെറ്റൽസുകളോ നോൺ മെറ്റൽസുകളോ ഒക്കെ ആയിട്ട് കൂടിച്ചേർന്ന് അവർ അലോയ്സ് ആയിട്ട് ഫോം ചെയ്യും. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീല് അതൊക്കെ എന്താണ്? അലോയാണ്. അപ്പം അതുപോലെ നമ്മുടെ ബ്രോൺസ്, ഓട് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എന്താണ്? അലോയാണ്. കോപ്പറും ടിന്നും അങ്ങനെയുള്ള പലതരത്തിലുള്ള മെറ്റൽസുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് അലോയ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അലോയ് ഫോമേഷൻ ഇവർ ഫോം ചെയ്യും. ഇതൊക്കെയാണ് മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് പറയാനുള്ളത്? അവരുടെ സ്റ്റേറ്റ് സോളിഡാണ്, പക്ഷേ മെർക്കുറി മാത്രം റൂം ടെമ്പറേച്ചറിൽ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അവർ ഹൈ ഡെൻസിറ്റി ആണ്, മെറ്റാലിക് ലസ്ചർ ഉണ്ട്, മാലിയബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്. അതേപോലെ അവർ അലോയ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോഴോ അവരെല്ലാ സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യും. സോളിഡായിട്ടും ലിക്വിഡായിട്ടും ഗ്യാഷ്യസ് ഫോമിലൊക്കെ അവർ എക്സിസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് മെറ്റൽസ് സോളിഡ്സ് ആയിട്ട്? അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെയാണ്. കാരണം അവർ അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യണത്. കംപ്ലീറ്റ്ലി ഇലക്ട്രോൺസിനെ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാണ്. ഇനി നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കോവാലൻ ബോണ്ടാണ്, ഷെയറിങ് ആണ് ചെയ്യണത് മെയിൻലി. അതുകൊണ്ടാണ് അവർ പല ഫോമുകൾ, ഗ്യാഷ്യസ് ലിക്വിഡായിട്ടുള്ള ഫോമിലൊക്കെ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മെറ്റൽസിനെ അപേക്ഷിച്ചിട്ട് നോൺ മെറ്റൽസിന് കുറവായിരിക്കും. അവർക്ക് മെറ്റാലിക് ക്ലസ്റ്റർ ഒന്നുമില്ല, പക്ഷേ ഗ്രാഫൈറ്റിന് അതുണ്ട്. ഗ്രാഫൈറ്റിനും അയഡിനും എന്തുണ്ട്? മെറ്റാലിക് ക്ലസ്റ്റർ ഉണ്ട്. അവർ നോൺ മെറ്റൽസ് ആണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ്. പക്ഷേ എന്താണ്? അവർക്ക് മെറ്റാലിക് ക്ലസ്റ്റർ ഉണ്ട്. നോൺ മെറ്റൽ ആണെങ്കിൽ കൂടി എക്സെപ്ഷണൽ കേസുകൾ നമ്മൾ മെർക്കുറി പറഞ്ഞില്ലേ, അതേപോലെ. ഇനി മാലിയബിലിറ്റി ഡക്റ്റിലിറ്റി ഒന്നും അവർക്കില്ല. അലോയ് ഒന്നും അവർ ഫോം ചെയ്യിക്കില്ല. അപ്പോൾ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്തായാലും പഠിക്കണം. ഇനി മെറ്റൽ എക്സ്ട്രാക്ഷൻസ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇരുമ്പോ അല്ലെങ്കിൽ ചെമ്പോ അല്ലെങ്കിൽ അലുമിനിയോ ഒക്കെ എന്താണ്? നമുക്ക് കുഴിച്ചെടുക്കുന്ന സമയത്ത് അതേ പ്യുവർ ഫോമിലൊന്നല്ല കിട്ടുക. അവർ ഓറുകളായിട്ടാണ് കിട്ടുക. ഓറെന്ന് പറഞ്ഞാൽ എന്താണ്? അയിരുകളായിട്ടാണ് കിട്ടുക. അത് അവരുടെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ വേറെ പല സാധനങ്ങളൊക്കെ കൂടി ചേർന്നൊരു ഫോമിലാണ് കിട്ടുക. അതിൽ നിന്ന് പ്യുവർ അയൺ അല്ലെങ്കിൽ പ്യുവർ അലുമിനിയം ഒക്കെ ആയിട്ട് നമ്മൾ വേർതിരിച്ചെടുത്തിട്ടാണ് അതിനെ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ എന്താണ് ഓറ്? 1 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. ഈ ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെക്സ്റ്റിലൊക്കെ ചോദിക്കണതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ഡെഫിനിഷൻ പഠിക്കണം. കാരണം 1 മാർക്കിനൊക്കെ ചോദിക്കും. എന്താണ് ഓർ എന്ന് പറഞ്ഞാൽ? എൻ ഓർ ഈസ് എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി പ്രോഫിറ്റബിൾ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്. ഒരു മെറ്റലിനെ വ്യാവസായികമായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ഫോമിനെയാണ് എന്ത് പറയുക? ഓർ എന്ന് പറയാം. ഓറും മിനറലും ഉണ്ട്. മിനറൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മിനറൽ അല്ലെങ്കിൽ ധാതു എന്ന് പറയണത്, അതായത് ഇപ്പോൾ ഒരു ധാതു എന്ന് പറയുമ്പോൾ അതിൽ പല സാധനങ്ങളുണ്ടായിരിക്കും. മെറ്റൽസോ നോൺ മെറ്റൽസോ ഒക്കെ കൂടി ചേർന്നിട്ടുള്ള തന്നെയാണ് ഒരു ധാതു എന്ന് പറയാം. ഇനി ഓർ എന്ന് പറയുമ്പോൾ എന്താണ്? മിനറൽ തന്നെയായിരിക്കും. അതിൽ ഇപ്പോൾ നമ്മൾ അയൺ ഓർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അതിന് കൂടുതൽ പെർസെൻറ്റേജ് ഒക്കെ കാണുന്നത് അയൺ തന്നെയായിരിക്കും. പിന്നെ കുറച്ച് ഇമ്പ്യൂരിറ്റീസും വേറെ സാധനങ്ങളും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ മിനറൽ തന്നെയാണ് ഓറ്. പക്ഷേ നമുക്കെന്താണ്? എക്കണോമിക്കലി അല്ലെങ്കിൽ വ്യാവസായികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മിനറൽ, അതിനെയാണ് എന്ത് പറയുക? ഓർ എന്ന് പറയാം.
ഇനി ഗ്യാങ് എന്ന് പറയും. ഗ്യാങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓറിൻ്റെ കഥ പറഞ്ഞില്ലേ, അപ്പോൾ ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ ഓറാണ്. അപ്പോൾ അവിടെ അലുമിനിയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, അതോടൊപ്പം വേറെ പല സാധനങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുക. അതാണ് നമ്മൾ ഗ്യാങ് എന്ന് പറയണത്. അയണിൻ്റെ ഓറാണ് ഹെമറ്റൈറ്റ്. അപ്പോൾ അതന്നെ നമ്മളിങ്ങനെ വേർതിരിച്ചെടുക്കുന്ന സമയത്ത് പ്യുവറായിട്ടുള്ള അയണിയാണ് റോട്ട് അയൺ എന്ന് പറയുക. റോട്ട് അയൺ അപ്പോൾ 1 മാർക്കിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇനി അലുമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്. ഈ അലുമിനിയം എന്ന് പറയണത് എങ്ങനെയാണ് അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ നമുക്കിതിൽ നോക്കാനുണ്ട്. അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അലുമിനിയത്തിൻ്റെ ഓറ ഏതാണ്? ബോക്സൈറ്റാണ്. അതിൽ നിന്നാണ് നമ്മൾ പ്യുവർ അലുമിനിയത്തിനെ വേർതിരിച്ചെടുക്കുന്നത്. ഇലക്ട്രോലൈസിസ് വഴിയാണ് നമ്മൾ അതിനെ വേർതിരിച്ചെടുക്കുക. ഇലക്ട്രോലൈസിസ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. ആദ്യം എന്ത് ചെയ്യും? അലുമിനിയത്തിൻ്റെ ഓർ, അതായത് ബോക്സൈറ്റിനെ സിലിക്കൺ, അയൺ, അതേപോലെ തന്നെ ടൈറ്റാനിയം, അതൊക്കെയാണ് ഈ ബോക്സൈറ്റിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ്. സിലിക്കൺ ഡോക്സൈഡ്, അയൺ ഡോക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡൊക്കെയാണ് ബോക്സൈറ്റിൽ അലുമിനിയത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ്. ഇവരെന്ത് ചെയ്യും? ഇവരാദ്യം സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യും. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനായിട്ട് അവരെ റിയാക്ട് ചെയ്യും. അത് റിയാക്ട് ചെയ്ത് കിട്ടുമ്പോൾ ഇവരെന്താവും? അലുമിനിയം ഓക്സൈഡ്, അതിനെയാണ് അലുമിന എന്ന് പറയുക. അലുമിനിയം ഓക്സൈഡ് കിട്ടും. അപ്പോൾ ആദ്യം എന്താ സംഭവിച്ചത്? ബോക്സൈറ്റാണ് അലുമിനിയത്തിൻ്റെ ഓറ്. ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ അലുമിനിയത്തിൻ്റെ ഒപ്പം എന്തൊക്കെ ഉണ്ടാവും? സിലിക്കൻ്റെ ഓക്സൈഡ് ഉണ്ടാവും, അയണിൻ്റെ ഓക്സൈഡ് ഉണ്ടാവും, ടൈറ്റാനിയത്തിൻ്റെ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? ആദ്യം എടുത്തിട്ട് ഈ ബോക്സൈറ്റിനെ എടുത്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യും. സോഡിയം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അലുമിന അല്ലെങ്കിൽ അലുമിനിയം ഓക്സൈഡ് കിട്ടും. ഈ അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത് സോഡിയം മെറ്റ അലുമിനേറ്റിൽ സോളിബിളാണ്. സോഡിയം മെറ്റ അലുമിനേറ്റിൽ അവർ സോളിബിളാണ്. ഇനി ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഈ അലുമിനിയം ഓക്സൈഡ് ഉണ്ടല്ലോ, അതിനെ അലുമിനിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യും. അലുമിനിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്യുവർ അലുമിനിയം ഓക്സൈഡ് കിട്ടും. പ്യുവറായിട്ടുള്ള അലുമിനിയം ഓക്സൈഡ് കിട്ടും. പ്യുവർ അലുമിനിയം ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോലൈസിസിന് വിധേയമാക്കും. ആദ്യം ബോക്സൈറ്റ് കണ്ടു. ബോക്സൈറ്റിൽ അലുമിനിയം കൂടാണ്ട് ബാക്കിയുള്ളവരുടെ ഓക്സൈഡുകളുണ്ട്. അവരെ സോഡിയം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്തു. അപ്പം നമുക്ക് അലുമിനിയം അല്ലെങ്കിൽ അലുമിനിയം ഓക്സൈഡ് കിട്ടി. അതിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇതിനെന്ത് ചെയ്യും? ഇത് സോഡിയം മെറ്റ അലുമിനേറ്റിൽ സോളിബിളാണ്. എന്നിട്ട് അതിനെന്ത് ചെയ്യും? അലുമിനിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യും. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്യുവറായിട്ടുള്ള അലുമിനിയം ഓക്സൈഡ് കിട്ടും. ഈ അലുമിനിയം ഓക്സൈഡിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇലക്ട്രോലൈസിസ് ചെയ്യും. ഇനി നമ്മൾ സാധാരണ രീതിയിലുള്ള ഇലക്ട്രോലൈസിസ് അല്ല ഇവിടെ ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 2045 ഡിഗ്രി സെൽഷ്യസ് ആണ്. അലുമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് 2045 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നോർമലായിട്ടുള്ള ഇലക്ട്രോലൈസ് നടത്താനായിട്ട് അവിടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ക്രയോലൈറ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്യും. അലുമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ ഹൈ ആണ് അലുമിനിയത്തിൻ്റെ. അതുകൊണ്ട് തന്നെ എന്താണ്? മെൽറ്റിംഗ് പോയിൻറ്റ് കുറയ്ക്കാനായിട്ട് ക്രയോലൈറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോലൈസിസ് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാഥോഡിൽ എന്ത് കിട്ടും? പ്യുവറായിട്ടുള്ള അലുമിനിയം കിട്ടും. ഇതാണ് അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ. ആ എക്സ്ട്രാക്ഷൻ പറയുന്ന പേരാണ് ഹോൾ പ്രോസസ്സ്. ഹോൾ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ് ബൈ വേർഡ് ആയിട്ട് തന്നെ അത് പഠിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെക്കൻഡ് എന്താണെന്നുള്ളത് പഠിക്കണം. ഇനി ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് ഈ മെറ്റൽസിൻ്റെ ആക്ടിവിറ്റി അനുസരിച്ചിട്ട് അവരെ അറേഞ്ച് ചെയ്തിരിക്കുക. മെറ്റൽസിൻ്റെ ആക്ടിവിറ്റി അനുസരിച്ചിട്ട് അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അതായത് ആക്ടിവിറ്റി കൂടുതലുള്ളവർ ആദ്യം, പിന്നെ അതിനേക്കാളും കുറവുള്ളവർ, പിന്നെ അതിനേക്കാളും കുറവുള്ളവർ, അങ്ങനെ 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 ഏറ്റവും കുറവുള്ളവർ. അതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ ടെക്സ്റ്റിലുണ്ട്, ആ ഓർഡർ എന്തായാലും പഠിക്കുക. കാൽഷ്യം, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, ക്രോമിയം, അയൺ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ. അപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആക്ടിവിറ്റി കൂടുതലുള്ളതിൽ നിന്നും കുറവുള്ളതിലേക്കാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് പോയിട്ടുള്ളത്. അത് നോക്കാം. ആ ഓർഡറിൽ തന്നെ പഠിക്കുക. കാരണം ചിലപ്പോൾ രണ്ടെണ്ണം തന്നിട്ട് ചോദിക്കുമ്പോൾ ഇതിൽ ഏതാണ് ആക്ടിവിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത്, അങ്ങനെ സെക്കൻഡ് ഉള്ളത്, ഇത് രണ്ടിലും ഏതിനാണ് ആക്ടിവിറ്റി കൂടുതൽ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ആ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചു വെച്ചാൽ മതി.
ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോസ്ഫറസിൻ്റെ ഒരു 3 അലോട്രോപ്പ് ഉണ്ട്. നമ്മൾ കാർബണിൻ്റെ അലോട്രോപ്പ് ഒരു ചാപ്റ്റർ കണ്ടിട്ടുണ്ട്. ഗ്രാഫൈറ്റൊക്കെ കാർബണിൻ്റെ അലോട്രോപ്പാണ്, രൂപാന്തരമാണ്. അതേപോലെ ഫോസ്ഫറസിന് ഒരു അലോട്രോപ്പ് ഉണ്ട്. ഫോസ്ഫറസിൻ്റെ അലോട്രോപ്സ് ആണ് വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. വൈറ്റ്, റെഡ്, ബ്ലാക്ക്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. വൈറ്റ് ഫോസ്ഫറസ് യെല്ലോ ഫോമാണ്, യെല്ലോ ഒന്നും കൂടി അതിനെ പറയും. പിന്നെ ഫോസ്ഫറസ് മോളിക്യൂൾസ് ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചറിലാണ്, ഇങ്ങനെ ടെട്രാഹെഡ്രൽ സ്ട്രക്ചറിലാണ് വൈറ്റ് ഫോസ്ഫറസിൽ ഉള്ളത്. കോവാലൻ്റ്ലി ബോണ്ടഡ് ആണ് ഓരോ മോളിക്യൂൾസും. അവർ തമ്മിൽ വീക്ക് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഉള്ളത്. കോവാലൻ്റ് ബോണ്ടല്ലേ. ഇനി ഇതിന് സാധാരണ എന്താണ്, ഒരു സോഫ്റ്റ് വാക്സി സോളിഡ് ടൈപ്പാണ്. അതുകൊണ്ടാണ് അതിന് ആ വൈറ്റ് കളർ വരുന്നത്, ഒരു വാക്സി ടൈപ്പ് വരുന്നതുകൊണ്ട് തന്നെ. ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കുറവാണ്, 44.2 ഡിഗ്രി സെൽഷ്യസേ ഉള്ള മെൽറ്റിംഗ് പോയിൻറ്റ്. വാട്ടറിൽ ഇൻസോളിബിളാണ്, വാട്ടർ ലയിക്കില്ല. ഓർഗാനിക് സോൾവൻസ് ആയിട്ടുള്ള ക്ലോറോഫോമിലൊക്കെയാണത് ലയിക്കുന്നത്. ഇനി ഇത് മോയിസ്റ്റ് എയറായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് തരും, അല്ലെങ്കിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യിക്കും. അതേപോലെ തന്നെ എയറിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അവരെന്ത് ചെയ്യും, ബേസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇതിനെ വെള്ളത്തിലാണ് സൂക്ഷിക്കുക, വെള്ളത്തിലാണ് ഇതിനെ സൂക്ഷിക്കുന്നത്. എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സ്പ്ലോസർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ വെള്ളത്തിലാണ് സൂക്ഷിക്കുക. ഇത്രയാണ് നമുക്ക് വൈറ്റ് ഫോസ്ഫറസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ കുറേ ഉണ്ട്, ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ അലോട്രോപ്പാണ് എന്ത്, റെഡ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിനെ 250 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതൽ ചൂടാക്കുമ്പോഴാണ് നമുക്ക് റെഡ് ഫോസ്ഫറസ് കിട്ടുക. വൈറ്റിനെ 250 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതൽ നമ്മൾ ചൂടാക്കുക, അപ്പോഴാണ് നമുക്ക് റെഡ് ഫോസ്ഫറസ് കിട്ടുക. എങ്ങനെ ചൂടാക്കണം, എയറിൻ്റെ ആബ്സെൻസിൽ സൺലൈറ്റിൽ ചൂടാക്കണം. എയറിൻ്റെ ആബ്സെൻസിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ 250 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതൽ വൈറ്റ് ഫോസ്ഫറസിനെ ചൂടാക്കി കഴിഞ്ഞാൽ റെഡ് ഫോസ്ഫറസ് കിട്ടും. ഇനി ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ എയറിൽ സ്റ്റേബിളാണ്. അതേപോലെ തന്നെ എന്താണ്, ആ ലൈറ്റൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കുകയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യില്ല, വെള്ളത്തിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇനി എക്സ്പോസ് ചെയ്യും എപ്പോഴാണ്, 400 ഡിഗ്രി സെൽഷ്യസിന് മേലെ ആവുന്ന സമയത്ത് മാത്രമാണ് അവർ പൊട്ടിത്തെറിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എയറിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തത് ബ്ലാക്ക് ഫോസ്ഫറസ്. അതായത് വൈറ്റ് ഫോസ്ഫറസിനെ ഹൈ പ്രഷറിൽ ചൂടാക്കുക. വൈറ്റ് ഫോസ്ഫറസിനെ ഹൈ പ്രഷറിൽ ചൂടാക്കുമ്പോഴാണ് ബ്ലാക്ക് ഫോസ്ഫറസ് കിട്ടുക. ഈ ഫോസ്ഫറസ് എന്താണ്, മോസ്റ്റ് സ്റ്റേബിളാണ്. മറ്റേ ഫസ്റ്റത്തിൻ്റെ പോലെ പൊട്ടിത്തെറിക്കലോ ലൈറ്റേനിങ്ങോ അതിനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 അലോട്രോപ്പുകൾ ഫോസ്ഫറസിനെ നോക്കാനുള്ളത്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.